ഡേഞ്ചേട്ടാ നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ ആണ് വരാൻ പോകുന്നത്. ലിറ്റിൽ ഏഞ്ചൽസിന്റെ ക്യാരക്ടർ പെർഫോമൻസ് ഉണ്ട്. ക്യാരക്ടർ പെർഫോമൻസ് ആണ് നമ്മുടെ പ്രേക്ഷകരെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ക്യാരക്ടർ ഭയങ്കര. അപ്പോ ഈ ലിറ്റിൽ ഏഞ്ചൽസ് ഇങ്ങനെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുമ്പോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പൊ ഒരു സുന്ദരി കുട്ടിയാണ് ഇന്ന് വരുന്നത്. കാരണം വരട്ടെ, അവരെ ഇങ്ങനെ നമ്മൾ ഈ ഫാൻസി ഡ്രസ്സ് പിന്നെ അങ്ങനത്തെ ഒക്കെ ഈ സമയമാണ് അവരെ ഒരുക്കാൻ ബെസ്റ്റ് സമയം. നമ്മളൊക്കെ എല്ലാരും ഒരുക്കിയിട്ടുണ്ടാവല്ലോ ഫാൻസി ഡ്രസ്. എനിക്കറിയത്തില്ല, ഒത്തിരി ഫാൻസി ഡ്രസ് പോയിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ പ്രാവശ്യമേ പങ്കെടുത്തിട്ടുള്ളൂ സ്കൂളില്. അത് ഏറ്റവും വലിയ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട്, രാമുചേട്ടൻ. അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് മേക്കപ്പിന്റെ മെയിൻ ആളായിരുന്നു രാമുചേട്ടൻ. രാമുചേട്ടനായിരുന്നു എന്നെ മോഡൽ സ്കൂളിൽ ചെയ്ത്. ഒരു അമ്മൂമ്മയുടെ വേഷമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് സെക്കൻഡോ തേർഡോ കിട്ടിയില്ലേ? എന്തോന്ന് കിട്ടിയില്ല. ഫാൻസി ഡ്രസ്. നിങ്ങളാരും പാമ്പുകൾക്ക് അത് ചെയ്തിട്ടില്ല? ഞാനതിന് പാടിയിട്ടുണ്ട് ഒരാള് ചെയ്യുമ്പോ. എന്റെ ഒരു സ്കൂളില് എന്റെ ഒരു സീനിയറായിട്ട് ജസ്റ്റ് ഒരു ക്ലാസ് സീനിയറായിട്ട് പഠിച്ച അനിൽ പ്രഭ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി അസുഖം പിടിച്ച പോലെ ഭിക്ഷക്കാരനായിട്ട് അഭിനയിക്കും. അത് സ്ഥിരം സ്കൂളിലുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു സ്കൂൾ കലോത്സവത്തിൽ കൊറേ പഴമല്ലേ, പഴമൊക്കെ വെച്ച് പാളയംകുടം പഴം ഇങ്ങനെ ഉടച്ച് താടി വെക്കുന്ന അറിഞ്ഞൂടെ മീനൂട്ടിക്ക്? താടി വെക്കാൻ 5 മിനിറ്റ് മതി. മീനൂട്ടിക്ക് താടി വെക്കണോ? ഞാൻ ഈ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ വെപ്പിച്ചു. ഉമിക്കരി വെച്ചിട്ടാണോ? ഉമിക്കരി അതൊന്നുമല്ല, അത് ഒരൊറ്റ അടിക്കും. 3 മിനിറ്റ് ഉണ്ട്. നോക്കും ആളെ വിളി. ശരി, മിനിറ്റോടെ ഒരുക്കാൻ നമുക്ക് എന്നാ പെർഫോമൻസ് കഴിഞ്ഞിട്ട് കണ്ടാലോ സാറേ? പക്ഷെ ഇത് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മുഖം മുഴുവൻ ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാൻ പറ്റിച്ചതാണ്. പറ്റൂ. എന്തായാലും ഒരുങ്ങിയിരിക്കുന്ന ഒരാളുണ്ട്, ആളെ വിളിക്കാം അല്ലേ? ലെറ്റ്സ് വെൽക്കം റാണി കുട്ടി ഓൺ സ്റ്റേജ്. പാത്തുമ്മേ, എന്തോ സുഖാണോ? സുഖം. ഏത് പാട്ടാ പാടുന്നേ? കദളി വാഴക്കൈ. വെറുതെ അല്ല ഈ വേഷത്തിലേ ഉള്ളൂ. കദളി വാഴ കയ്യിലിരുന്ന് കാക്ക ഇന്ന് വിരുന്ന് വിളിച്ചു അല്ലേ? വിരുന്നുകാര വന്നാ 5 വിരുന്നുകാര് വരാം. മക്കളെ, എന്തോ എന്താ പാട്ടല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. പാട്ടിനെക്കാട്ടിൽ പാട്ട് നന്നായിട്ട് പാടി. എക്സ്പ്രഷൻ, ഒരു 1.5 എക്സ്പ്രഷൻ ആയിരുന്നു. അതായത് കിളവനാണ് വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സങ്കടം. പിന്നെ അയിലയും മീനും കൊടുക്കണം കിളവന്. പിന്നെ ഇടിച്ച് മറ്റേ മുറുക്കാനൊക്കെ ഇടിച്ച് അണ്ണാക്കിലോട്ട് വെച്ചു കൊടുക്കണം. ഇതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമല്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങോട്ടാ വരുന്നത്. ഡെയിന്റെ അടുത്തോട്ടാ വരുന്നത്. എത്രയും വേഗം എന്തെങ്കിലും ഒന്ന് സംഭവിക്കൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വയസ്സായി കഴിഞ്ഞാൽ പിള്ളേർ ഇതുപോലെ പാടും. വയസ്സനാണ് വരുന്നതെങ്കിൽ മറ്റേ അയലയും ചോറും തരും. പിന്നെ വെറ്റിലേയും പാക്കൊക്കെ ഇടിച്ചു തന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ആ തൃശ്ശൂര് ആ വീട്ടിന്റെ ഉമ്മറത്ത് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ മറുപടി പറയാൻ എന്റെ അപ്പൂപ്പൻ ഉടൻ തന്നെ ഇവിടെ ലാൻഡ് ചെയ്യും. അവിടാണ് എന്നെ ഇരുത്തിക്കളയുന്നത്. കാരണം പുള്ളിയുടെ ഒരു ക്യാരക്ടർ, 1.5 ക്യാരക്ടർ. അത് വരട്ടെ. മക്കളെ, സൂപ്പറായിട്ട് പാടി. അതായത് മോള് ഓരോന്നിനും പാട്ടിനോടൊപ്പം എക്സ്പ്രഷൻ. അതായത് സുന്ദരനാണെന്ന് പറഞ്ഞ സുന്ദരനാണ് വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞപ്പോ അതിനൊരു എക്സ്പ്രഷൻ. പിന്നെ കദളി വാഴക്കായിരുന്നു കാക്കയിന്ന് വിരുന്ന് വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ചെല്ലണോ? ഞാൻ ചോദിച്ചാണ്. പിന്നെ വേണ്ടാന്ന് വെച്ച്. മോളെ കദളി വാഴ കേട്ടോ, വായയല്ല മായ പറഞ്ഞേ. വാഴ. കറക്റ്റ്. പക്ഷെ വേറൊന്നും പറയേണ്ട കാര്യമില്ല. സുന്ദരിയാണ്, സുശീലയാണ്, സുമുഖിയാണ്. പാട്ടിലും അഭിനയത്തിലും അഗ്രഗണ്യാണ്. മോളെ, ഈ പാട്ട് റിമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഈ പാട്ട് ആർക്കാ ഇഷ്ടമല്ലാത്ത? ഇതുപോലത്തെ കുറച്ച് വെളുക്കുമ്പോൾ കുളിക്കുന്ന കദളി വാഴ എല്ലാരും ചൊല്ലണ്. ഇത്രയും പഴയ പാട്ടുകൾ ഉണ്ടായിട്ടും കാലാകാലങ്ങളായിട്ട് നമ്മള് ഫാസ്റ്റ് നമ്പേഴ്സ് പഴയ പാട്ട് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മധുരിക്കും. അവിടെ ഉണ്ട് കാക്ക. മധുരിക്കും ഓർമ്മകളെ. എന്തായിരിക്കും ഇതിന്റെ ഒരു രഹസ്യം? എല്ലാരും ഇങ്ങനെ പാടി പാടി നല്ല സ്റ്റേജിൽ പഞ്ച് നോക്കി വന്നപ്പോ എടുത്താണോ? ഈ ലെജൻസ് ചെയ്യുന്ന അയല പൊരിച്ചതുണ്ട്. അവര് ചെയ്യുന്ന പാട്ടുകളുടെ ഒരു ബലം, അതായത് ആ കമ്പോസിഷന്റെ ഒരു ഫ്രെയിം, ദെൻ അതിന്റെ മേളിലോട്ട് വന്ന് വരികൾ ഇങ്ങനെ ഇരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.